നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെയെന്ന്. ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വാഗമണിലുള്ള ഒരു മെഡോസ് അല്ലെങ്കിൽ അഥവാ ഒരു പുൽമേട് മൊട്ടക്കുന്നുകളില്ലേ, അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം വാഗമണിലെ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നാണ് ഈ ഒരു മെഡോസ് എന്ന് പറയണമെങ്കിൽ. ഒരു മഴയൊക്കെ കഴിഞ്ഞ് നോക്കിയേ, മൊത്തത്തിൽ മൂടി കെട്ടി നിൽക്കുന്ന ഒരു വെതറാണ്. പക്ഷെ മഴയില്ല, പക്ഷെ ചെറിയ കാറുണ്ട്, ഒരു തണുത്ത കാറ്റുണ്ട്, അടിപൊളി അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എല്ലാ സൈഡിലും ഫുള്ളി മൊട്ടക്കുന്നുകളാണ്. അപ്പോൾ എന്തായാലും അടിപൊളി. നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ ഒരു മെഡോസിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 AM to 5:45 PM ആണ്. അപ്പോൾ അത് നോക്കുക. ഇവിടെ എത്ര റേറ്റ് ഒക്കെ അതെ, ചൈൽഡ് പാസ് 15, അഡൽട്ട് പാസ് 25, സീനിയർ സിറ്റിസൺ 15 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കേണ്ടവർക്ക് അത് നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഓൾറെഡി ഗ്രൂപ്പായിട്ടാണല്ലോ, അപ്പോൾ നമുക്ക് നിരക്ക് കയറിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കൊന്നും വേണ്ട. ഈ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇടിമിന്നലൊക്കെ ഏൽക്കാറുണ്ട് എന്നൊക്കെയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു ലൈറ്റ്നിങ് കണ്ടക്ടർ ഉണ്ട്, ലൈറ്റ്നിങ് കണ്ടക്ടർ ഇൻഡക്ടർ എന്ന് പറയുമല്ലോ, ആ സാധനമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം മഴക്കാർക്കുള്ള സമയമാണ്. റിസ്ക് എടുക്കരുത്, എത്രയും പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ നമുക്കിവിടെ സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം, അങ്ങോട്ട് പോയി ചെയ്യാം. എന്ത് രസമാണ് നോക്കിയാലോ. അപ്പോൾ ആ ഒരു മൊട്ടക്കുന്നുകൾ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സിപ്പ് ലൈനിൻ്റെ ആ ഒരു പോർഷനാണ് വിടുന്നത്. ആരോ ഒരാൾ പോയിട്ടുണ്ട് ഇപ്പോൾ സിപ്പ് ലൈനിൽ പോകുന്നുണ്ട് ദൂരെ. അത്തരത്തിലുള്ള അഡ്വഞ്ചേഴ്സ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. സ്കൈ സൈക്ലിംഗ് പരിപാടിയില്ല, അത് സിപ്പ് ലൈൻ. പിന്നെയും വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് ട്രൈ ചെയ്യണമെന്നൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മളിത് മെഡോസിൽ വന്നിരുന്ന ഫുൾ ചുമ്മാ അങ്ങനെ കാറ്റ് കൊണ്ട് ചില്ലിയാണ്. പിന്നെ പാലക്കുണ്ട് നോക്കിയത് സാരുണ്ട്. സാരു കഴിഞ്ഞ വ്ളോഗുണ്ട് ഫേമസ് ആയി, അതിരപ്പള്ളി വ്ളോഗുണ്ട്. ദേവുണ്ട് അപ്പുറത്ത്, ജോർജ് ഉണ്ട്, സുമുണ്ട്. സുമുനെ നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടില്ലല്ലോ. സുമുന് ഹായ് പറയൂ. അതെ, സുന്ദരിയും സുമുഖയുമായ സുമുവാണ്. അട്ടനെ വേടിയാണ്. പിന്നെ ഇവിടെ ഉള്ളത് നിധി. അതെ, ഇപ്പുറത്തുള്ള ഐറ്റം അറിയാലോ, ചന്ദ്രമളിക്കൽ സബു അഥവാ ശാന്തമ്മ. ആൻഡ് ദിസ് ഈസ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ അരുൺ, ഓൾ ദ വേ ഫ്രം മുണ്ടക്കയം. മുണ്ടക്കയത്ത് നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനെ വിളിക്കരുത്. 10 വയസ്സേക്ക് ഗുണമില്ല. ഓക്കെ, ഇപ്പോൾ സമയം ഇരുട്ടി തുടങ്ങി കണ്ടോ, മൊത്തത്തിൽ ഇങ്ങനെ മൂടലൊക്കെ വന്ന് അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയി തുടങ്ങി, വെതറായി തുടങ്ങി. സമയം ഇപ്പോൾ ഏതാണ്ട് 5:15 നമ്മൾ തിരിച്ച് എൻട്രൻസിലോട്ട് നടക്കാം. സാർക്ക് ചെറിയ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. സാറുടെ ഒരു പോർട്രേറ്റ്, സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 weeks ബാക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരച്ചാണ്. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗിൽ പരിചയപ്പെട്ടില്ല, റോബിൻ, അവൻ വരച്ചാണ്. അപ്പോൾ സാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് മെഡോസിൽ വെച്ച് കൊടുക്കാം, സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നൊക്കെ വെച്ചാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാം.